നമസ്കാരം, ഗുരുജി സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം പിടിച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാം. ചിപ്കോ പ്രസ്ഥാനം. ഓക്കെ, ഇതെവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ ഹിമാലയൻ മലനിരകളിൽ മരം മുറിക്കുന്നതിന് അനുവാദം നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നയത്തിനെതിരെ പ്രദേശവാസികൾ നടത്തിയ പ്രക്ഷോഭമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ന് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉത്തർപ്രദേശാണ് അല്ലെ. അന്ന് ഉത്തർപ്രദേശാണ്, പിന്നീടാണ് വിഭജിച്ച് ഏതായി മാറിയത്, ഉത്തരാഖണ്ഡായി മാറിയത് അല്ലെ. ഈ ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം പറയാമോ? ആലിംഗനം ചെയ്യുക, പുണരുക എന്നൊക്കെയാണ് അർത്ഥം അല്ലെ. ഉത്തരാഖണ്ഡിലെ ഏത് ഗ്രാമത്തിലാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? ഇങ്ങനെ പഠിച്ചു വെച്ചോ. അളകനന്ദയെ നേട്ടിട്ടുണ്ടോ? ഈ അളകനന്ദ താഴ്വരയിലെ മണ്ഡൽ ഗ്രാമത്തിൽ. പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ, മണ്ഡൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എവിടെയെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലെ അളകനന്ദ താഴ്വരയിലെ മണ്ഡൽ ഗ്രാമത്തിൽ. അപ്പൊ എവിടെയെന്ന് പറ? മണ്ഡൽ ഗ്രാമം. ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വർഷം 1973. ഓക്കെ. ഉത്തരാഖണ്ഡിൽ കൃഷി പ്രായോഗികമല്ലാത്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ ഹിമാലയൻ താഴ്വരയിലെ വനങ്ങളെ ആശ്രയിച്ചായിരുന്നു എന്ത് ചെയ്യുന്നത്, ജീവിച്ചിരുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കായി ആഷ് ഇനത്തിലുള്ള മരം മുറിക്കാനുള്ള ഗ്രാമീണ ജനങ്ങളുടെ ആവശ്യം സർക്കാർ നിരാകരിച്ചിരുന്നു. ഓക്കെ, ഏത് ഇനത്തിലുള്ള മരം? ആഷ് ഇനത്തിലോ അല്ലെ. ഇനി അത് വേറൊരു കമ്പനിക്ക്, കായിക വിനോദ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിക്ക് എന്ത് ചെയ്തു, മരം മുറിക്കാനുള്ള അനുവാദം ഗവൺമെന്റ് നൽകി. അതിനെ തുടർന്നാണ് ആരംഭിക്കുന്നത്? ചിപ്കോ പ്രസ്ഥാനം അല്ലെ. ദസോളി ഗ്രാം സ്വരാജ് സംഘ് എന്ന സംഘടനയുടെ സഹായത്തോടെയാണ് സ്ത്രീകൾ സമരത്തിൽ പങ്കെടുത്തത്. അപ്പൊ ഏത് സംഘടന? ദസോളി ഗ്രാം സ്വരാജ് സംഘ്. പറ. ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി വാദനത്തിന് നൽകിയ മുദ്രാവാക്യം. ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി വാദത്തിന് നൽകിയ മുദ്രാവാക്യം അറിയാം? ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. ഏതാണ്? ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് അല്ലെ. ഇനി പറ, ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിയനായിരുന്നു സുന്ദർലാൽ ബഹുഗുണ അല്ലെ. ഈ ഹിമാലയങ്ങളിൽ മരം മുറിക്കുന്നതിന് 15 വർഷത്തേക്ക് നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ട ഒരു പ്രധാനമന്ത്രിയുണ്ട്. നമ്മുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ സമയത്തൊക്കെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 1980 കേട്ടോ. ഇന്ദിരാഗാന്ധി ഈ മരം മുറിക്കുന്നത് 15 വർഷത്തേക്ക് നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. 80 ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ. ഇനി ഈ സുന്ദർലാൽ ബഹുഗുണ പറഞ്ഞില്ലേ, സുന്ദർലാൽ ബഹുഗുണയ്ക്കൊപ്പം പ്രക്ഷോഭത്തിൽ പങ്കുവച്ച ഒരു വ്യക്തിയുണ്ട്. പറയാം. ചണ്ഡി പ്രസാദ് ഭട്ട്. കേട്ടിട്ടുണ്ടോ? ചണ്ഡി പ്രസാദ് ഭട്ട് എന്നാണ്. ഓക്കെ. അടുത്ത്, ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച വർഷം 1987 കേട്ടോ. ചിപ്കോ പ്രസ്ഥാനത്തിന് ഏത് അവാർഡ്? റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച വർഷം 1987. ഓക്കെ. ഈ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞ? ഓക്കെ. തൊട്ടുകൂടായ്മക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആര്? സുന്ദർലാൽ ബഹുഗുണ. 1970 ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. 1980 മുതൽ 2004 വരെ തെഹരി അണക്കെട്ട് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചു. ഏത് പോരാട്ടത്തിന്? തെഹരി അണക്കെട്ട് അല്ലെ. ഏത് വർഷം മുതൽ? 1980 മുതൽ ഏതുവരെ? 2004 വരെ. ഇനി ചിപ്കോ പ്രസ്ഥാനത്തിന് സുന്ദർലാൽ ബഹുഗുണ നൽകിയ മുദ്രാവാക്യം നേരത്തെ പറഞ്ഞു, ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. ഇനി ബഹുഗുണയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം പറയാം. ഒരു റിപ്പബ്ലിക് ദിനമാണ്. അപ്പൊ എന്നായിരിക്കും? ജനുവരി 26. 2010 മുമ്പുള്ള വർഷമാണ്. അപ്പൊ 2009 ജനുവരി 26 എന്ത് കിട്ടി? പത്മവിഭൂഷൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ. പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ സംഭാവന മാനിച്ച് ബഹുഗുണയ്ക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകിയ ഐഐടി
റൂർക്കി എന്ന് കേട്ടിട്ടുണ്ടോ? റൂർക്കി. അപ്പൊ റൂർക്കി IIT ഏതാണ്? റൂർക്കി IIT. അപ്പൊ ഈ ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബഹുഗുണം നൽകിയ മുദ്രാവാക്യം ചോദിച്ചാൽ ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത്. പത്മവിഭൂഷൺ ലഭിച്ച വർഷം 2009 ജനുവരി 26. അദ്ദേഹത്തിന് ഒരു IIT ഓണററി ഡോക്ടറേറ്റ് നൽകി അല്ലേ? ഏതാ? റൂർക്കി. ഓക്കെ. ഹിമാലയങ്ങളെ മരം മുറിക്കുന്നത് നിരോധിച്ചുകൊണ്ട് 15 വർഷത്തേക്ക് നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ട പ്രധാനമന്ത്രി ബഹുഗുണയ്ക്കൊപ്പം പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വ്യക്തിയായിരുന്നു ചണ്ഡിപ്രസാദ് ഭട്ട്. ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എവിടെയായിരുന്നു? ഗ്രാമം പറ. മണ്ഡൽ ഗ്രാമം അല്ലെ? ഏത് താഴ്വര? അളകനന്ദത്താണ്. ഏത് വർഷമാണ് തുടങ്ങിയത്? 1973. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക. ക്ലിയർ ആണ് ഇത്രയും കാര്യം. അടുത്ത രണ്ടാമതൊരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും, നവധാന്യ പ്രസ്ഥാനം. ഏതാണ്? ഓക്കെ. ഇത് തുടക്കം കുറിച്ച വ്യക്തി ആരാ? സ്ത്രീയാണ്. വന്ദന ശിവ. ആരാണ്? വന്ദന ശിവ. നമ്മുടെ നാട്ടിലെ തനത് കാർഷിക പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് നവധാന്യ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, നവധാന്യ പ്രസ്ഥാനത്തിന്റെ പ്രധാനമായ ലക്ഷ്യം എന്തായിരുന്നു? ഇങ്ങനെ പറയാം. ഏത്? നമ്മുടെ നാട്ടിലെ തനത് കാർഷിക പാരമ്പര്യത്തെയും, ഏതാണ് പറ? തനത് കാർഷിക പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുക. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. നമ്മുടെ നാട്ടിലെ തനത് കാർഷിക പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിത്തിനങ്ങളെയും എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഓക്കെ. 9 ധാന്യവിത്തുകൾ എന്നാണ് നവധാന്യ പ്രസ്ഥാനത്തിന്റെ അർത്ഥം. എത്ര ധാന്യവിത്തുകൾ? 9 ധാന്യവിത്തുകൾ. ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 111 വിത്ത് ബാങ്കുകൾ നവധാന്യ സ്ഥാപിച്ചിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ? 111 വിത്ത് ബാങ്കുകൾ. ഓക്കെ. അടുത്ത ചോദ്യം. വന്ദന ശിവ നേതൃത്വം നൽകുന്ന റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എക്കോളജി ആണ് നവധാന്യ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പൊ റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എക്കോളജി ആണ്. ഇത് ആര് നേതൃത്വം നൽകുന്നു? വന്ദന ശിവ. ഓക്കെ. ഇതിന്റെ പ്രവർത്തന മേഖലയും കൂടെ പഠിക്കാം. സ്റ്റേറ്റ്മെന്റിലൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കർഷകരെയും അവരുടെ കൃഷി രീതികളെയും സംരക്ഷിക്കുക. എങ്ങനെ പറയാം? സംരക്ഷിക്കുക. വംശനാശം നേരിടുന്ന വിത്തുകൾ സംരക്ഷിക്കുക. രണ്ടാമത്തെ പറ. വിത്തുകൾ സംരക്ഷിക്കുക. കർഷകരുടെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക. പറ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കർഷകരെയും അവരുടെ കൃഷി രീതികളെയും സംരക്ഷിക്കുക. വംശനാശം നേരിടുന്ന വിത്തുകൾ സംരക്ഷിക്കുക. കർഷകരുടെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വിപണി എന്ത് ചെയ്യുക? കണ്ടെത്തുക. ക്ലിയർ ആണേ? നവധാന്യ പ്രസ്ഥാനത്തിന് അപ്പൊ ആരംഭം കുറിച്ചത് ആരാണ്? വ്യക്തി വന്ദന ശിവ. പരിസ്ഥിതിയും സ്ത്രീകളും തമ്മിലുള്ള സവിശേഷ ബന്ധത്തെ ആസ്ഥാനമാക്കിയുള്ള ഇക്കോ ഫെമിനിസം എന്ന ആശയത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് ആര്? വന്ദന ശിവ. അപ്പൊ എങ്ങനെ പറയാം? പരിസ്ഥിതിയും സ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ആ വാക്കിന്റെ പേര് എക്കോ ഫെമിനിസം എന്ന ആശയത്തിന് രൂപം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വന്ദന ശിവ. ഇനി പുസ്തകങ്ങൾ ഏത് നോക്കാം? വന്ദന ശിവയുടെ എർത്ത് ഡെമോക്രസി. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഏതാണ്? സ്റ്റേയിങ് എലൈവ്. സോയിൽ നോട്ട് ഓയിൽ. അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞ? സോയിൽ നോട്ട് ഓയിൽ. OIL. സോയിൽ നോട്ട് ഓയിൽ. അപ്പൊ ആദ്യത്തെ പുസ്തകം പറഞ്ഞത് എർത്ത് ഡെമോക്രസി. രണ്ടാമത് എലൈവ്. സ്റ്റേയിങ് എലൈവ്. അടുത്ത് സോയിൽ നോട്ട് ഓയിൽ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരേ സ്വരത്തിൽ പറ. എർത്ത് ഡെമോക്രസി, സ്റ്റേയിങ് എലൈവ്, സോയിൽ നോട്ട് ഓയിൽ. ക്ലിയർ ആണ്? ശരി. അടുത്ത ഒരു കാര്യം നോക്കിയോ. നമ്മൾ ഈ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ ചെറുവയൽ രാമൻ. എന്താ എങ്ങനെ കേട്ട? പാരമ്പര്യ കർഷകൻ. എവിടെയാ? വയനാടുള്ളതാണ് അല്ലേ? വയനാട് അല്ലേ? വയനാട്ടിൽ ഉള്ളതാണ് അല്ലേ? അതായത് പാരമ്പര്യ വിത്തിനങ്ങൾ സംരക്ഷിക്കുക. നെൽവിത്തിനങ്ങൾ കൃഷി ചെയ്തിരുന്ന ഒരാളാണ്. നോക്കിയോ. നാടൻ നെല്ലിനങ്ങളുടെ കലവറായിരുന്ന വയനാട്ടിൽ
35 ഇനം നെൽവിത്തനങ്ങൾ കൃഷി ചെയ്തിരുന്ന കുറിച്യ വിഭാഗത്തിൽപ്പെട്ട കർഷകൻ. ഏത് വിഭാഗം? കുറിച്യ വിഭാഗം. നമ്മൾ കേട്ടിട്ടുണ്ട്, കുറിച്യറും കുറുമ്പരൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഏത്? കുറിച്യർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, നാടൻ നെല്ലിനങ്ങളുടെ കലവറയായിരുന്ന വയനാട്ടിൽ 35 ഇനം നെൽവിത്തനങ്ങൾ കൃഷി ചെയ്തിരുന്ന കുറിച്യ വിഭാഗത്തിൽപ്പെട്ട കർഷകനായിരുന്നു ആര്? ചെറുവയൽ രാമൻ. ക്ലിയർ ആണേ? ശരി, അടുത്ത ഇതിലോട്ട് പോവാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമിതി അല്ലേ സ്ഥാപിച്ചത്? നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തിന് നർമ്മദ ബച്ചാവോ. മേധാ പട്കർ. വർഷം കൂടെ പഠിക്കുക. 1989. 1989 സ്ഥാപിച്ചതാരാണ്? നേതൃത്വം നൽകിയത് നർമ്മദ ബച്ചാവോ ആന്തോളൻ സമിതിക്ക് നേതൃത്വം നൽകിയത് മേധാ പട്കർ. വർഷം പറ. ഓക്കെ, ഇത് എന്തിനെതിരെയുള്ളതെന്ന് നോക്കാം. ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെ പ്രദേശത്തെ ആദിവാസികളും കർഷകരും വൻതോതിൽ കുടിയൊഴിക്കപ്പെട്ടു അല്ലേ? അതുമൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി വംശനാശത്തിനുമെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഏത്? ബച്ചാവോ ആന്തോളൻ സമിതി. ഓക്കെ, ഈ നർമ്മദ ബച്ചാവൻ ആന്തോളൻ സമിതിയുമായി സഹകരിക്കുന്ന മറ്റ് 3 സംഘടനകളുണ്ട്. ഗുജറാത്തിലെ ആർച്ച് വാഹിനി. ഓക്കെ, ഏതാണ്? ഗുജറാത്തിലെ ആർച്ച് വാഹിനി. മധ്യപ്രദേശിലെ നർമ്മദ ഖാദി നവനിർമ്മാൺ സമിതി. ഏതാണ്? മധ്യപ്രദേശിലെ നർമ്മദ ഖാദി നവനിർമ്മാൺ സമിതി. മഹാരാഷ്ട്രയിലെ നർമ്മദ ധരൻ ഗ്രന്ഥ സമിതി. മഹാരാഷ്ട്രയിലെ നർമ്മദ ധരൻ ഗ്രന്ഥ സമിതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നർമ്മദ ബച്ചാവോ ആന്തോളനുമായി സഹകരിക്കുന്ന മറ്റ് സംഘടനകളെ നോക്കാം. ഗുജറാത്തിലെ ആർച്ച് വാഹിനി നർമ്മദ അൻസർ ഗ്രന്ഥ സമിതി. ഏതാണ്? നർമ്മദ അൻസർ ഗ്രന്ഥ സമിതി. അടുത്ത മധ്യപ്രദേശിലെ നർമ്മദ ഖാദി നവനിർമ്മാൺ സമിതി. ഏതാണ്? നവനിർമ്മാണാണ് കേട്ടോ. മധ്യപ്രദേശിലെ നർമ്മദ ഖാദി നവനിർമ്മാൺ സമിതി. മഹാരാഷ്ട്രയിലെ നർമ്മദ ധരൻ ഗ്രന്ഥ സമിതി. ഏതാണ്? മഹാരാഷ്ട്രയിലെ നർമ്മദ ധരൻ സമിതി. നർമ്മദ ധരൻ ഗ്രന്ഥ സമിതി. ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ഗുജറാത്തിലെ അൻസർ ഗ്രന്ഥ സമിതി അല്ലെ? മധ്യപ്രദേശിലെ മഹാരാഷ്ട്രയിലെ ഇനി നർമ്മദയിലെ നദിയിലെ വെള്ളം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാൻ കമ്മീഷനെ നിയമിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം അത് തെറ്റിക്കൂലല്ല, 1947. ഓക്കെ, നർമ്മദ നദി ജലതർക്ക പരിഹാര സമിതി നിലവിൽ വന്ന വർഷം? ISRO രൂപം കൊണ്ട വർഷം 1969 നർമ്മദ നദി ജലതർക്ക പരിഹാര സമിതി നിലവിൽ വന്നത്. നർമ്മദ നദി ജലതർക്ക റിപ്പോർട്ട് സമർപ്പിച്ചത് 10 വർഷം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് 1979. നർമ്മദയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ തുടക്കം കുറിച്ച വർഷം? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തുടങ്ങി 84 കേട്ടോ. അപ്പൊ നർമ്മദയിലെ നദിയിലെ വെള്ളം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ കമ്മീഷനെ നിയമിച്ചത് 47, സ്വാതന്ത്ര്യം കിട്ടിയ വർഷം അല്ലേ? ഇനി നർമ്മദ നദി ജലതർക്ക പരിഹാര സമിതി നിലവിൽ വന്ന വർഷം 1969, ISRO ഒക്കെ രൂപീകരിച്ച വർഷം. നർമ്മദ നദി ജലതർക്ക തർക്ക റിപ്പോർട്ട് സമർപ്പിച്ച വർഷം? 10 വർഷം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് 1979. ഇനി നർമ്മദയിലെ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ തുടക്കം കുറിച്ച വർഷം? 1984, ബ്ലൂ സ്റ്റാർ നടന്നപ്പോ അല്ലേ? അടുത്ത് നർമ്മദയിലെ പ്രധാന അണക്കെട്ടുകളാണ് പറയുന്നത്, ശ്രദ്ധിച്ചോളാം കേട്ടോ. ഒന്ന് സർദാർ സരോവർ അല്ലേ? സർദാർ സരോവർ ഏത് സംസ്ഥാനത്താ? സർദാർ സരോവർ ഗുജറാത്ത് ആണ് കേട്ടോ. സർദാർ സരോവർ ഗുജറാത്ത്. അടുത്ത നർമ്മദ സാഗർ. നർമ്മദ സാഗർ എവിടെയാ? മഹാരാഷ്ട്രയാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പൊ സർദാർ സരോവർ ഏത് സംസ്ഥാനത്താ? നർമ്മദ സാഗർ ആണെങ്കിൽ മഹാരാഷ്ട്ര. ഇന്ദിരാസാഗർ മധ്യപ്രദേശ്. ഇന്ദിരാസാഗർ എവിടെയാണ്? മധ്യപ്രദേശ്. ഒന്നുകൊണ്ട് ഓംകാരേശ്വർ ഡാം, അതും മധ്യപ്രദേശ്. ഓംകാരേശ്വർ ഡാം മധ്യപ്രദേശ്. അപ്പൊ നോക്കിയോ, ഗുജറാത്തിലെ ഒരു അണക്കെട്ട് പറഞ്ഞു നർമ്മദ സ്ഥിതി സർദാർ സരോവർ. മഹാരാഷ്ട്രയിലെ നർമ്മദ സാഗർ. മധ്യപ്രദേശിലെ 2 അണക്കെട്ട് പറഞ്ഞു, ഇന്ദിരാസാഗറും
ഓംകാരേശ്വർ ഡാം. ഓംകാരേശ്വർ. അപ്പൊ നർമ്മദയിലെ 4 അണക്കെട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. സർദാർ സരോവർ ഗുജറാത്ത്, നർമ്മദ സാഗർ മഹാരാഷ്ട്ര, ഇന്ദിരാസാഗർ ഇന്ദിരാസാഗർ മധ്യപ്രദേശ്, ഓംകാരേശ്വരം മധ്യപ്രദേശ്. ക്ലിയർ ആണോ? 1985 മേധാ പട്കർ സംഘവും പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും അണക്കെട്ടുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം വിശകലനം ചെയ്ത് സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിൽ നിന്ന് ആരംഭിച്ച് നർമ്മദ താഴ്വരയിൽ അവസാനിക്കുന്ന വിധത്തിൽ അയൽ സംസ്ഥാനങ്ങളിലൂടെ ഐക്യദാർഢ്യ മാർച്ച് നടത്തി. ഈ ഐക്യദാർഢ്യ മാർച്ച് എത്ര ദിവസം നീണ്ടു നിന്നു? ഐക്യദാർഢ്യ മാർച്ച് എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് വെച്ചാൽ 6 ഓവർ എറിയുമ്പോൾ എത്ര? 36 ദിവസം നീണ്ടു നിന്നു. ഓക്കെ. അപ്പൊ മധ്യപ്രദേശിൽ നിന്ന് ആരംഭിച്ച് നർമ്മദ താഴ്വരയിൽ അവസാനിക്കുന്ന വിധത്തിൽ അയൽ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ യാത്ര പോയി അല്ലേ? ആര്? മേധാ പട്കറിന്റെ നേതൃത്വത്തിൽ. എത്ര ദിവസം നീണ്ടുനിന്നു? 36. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മേധാ പട്കർ നിരാഹാരം അനുഷ്ഠിച്ചു. ഓക്കെ. എത്ര ദിവസം? അത് ചൗരി ചൗര സംഭവത്തിൽ മരണപ്പെട്ട പോലീസുകാരുടെ എണ്ണമാണ് 22. അപ്പൊ യാത്ര എത്ര ദിവസം? 36 ദിവസം അല്ലേ? എത്ര ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു? 22 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു. 1991 ലോകബാങ്ക് അണക്കെട്ട് നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ബാങ്ക് അണക്കെട്ട് നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്താൻ തീരുമാനിച്ച വർഷം 1991 ലോകബാങ്ക് എന്ത് ചെയ്തു? ഈ അണക്കെട്ടിനെ കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഓക്കെ. ഇനി ബാങ്കിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് 95 വായ്പ നൽകാനുള്ള തീരുമാനം ആര് ഉപേക്ഷിച്ചു? ലോകബാങ്ക് ഉപേക്ഷിച്ചു. ഓക്കെ. അങ്ങനെ ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ അണക്കെട്ട് നിർമ്മാണ പദ്ധതി പ്രവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകബാങ്ക് എന്ത് ചെയ്തു? കോടതിയെ സമീപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 95 സംസ്ഥാന സർക്കാരുകളോട് കോടതി എന്ത് ചെയ്തു? നിർദ്ദേശിച്ചു. ഏത് വർഷം? 95 അങ്ങനെ എന്ത് ചെയ്തു? നിർമ്മാണം നിർത്തിവെച്ചു. കുറച്ചു നാളത്തെ നിയമ പോരാട്ടത്തിന് ശേഷം 99 എന്ത് ചെയ്തു? നിർമ്മാണ പ്രവർത്തനം തുടരാൻ കോടതി എന്ത് ചെയ്തു? വീണ്ടും അനുവദിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ ലോകബാങ്ക് ഒരു സ്വതന്ത്ര അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഏത് വർഷം? 91 അല്ലേ? വായ്പ പിൻവലിക്കാൻ തീരുമാനിച്ച വർഷം 95 തടയണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. അങ്ങനെ കോടതി ഉത്തരവിട്ടു. ഏത് വർഷം? 95 തന്നെ അല്ലേ? വീണ്ടും നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ച വർഷം 99. ഇനി മേധാ പട്കർ അംഗമായിരുന്ന, അതായത് ദേശീയ കൺവീനർ ആയിരുന്ന ദേശീയ സംഘടന, മേധാ പട്കർ കൺവീനർ ആയിരുന്ന ദേശീയ സംഘടന ചോദിച്ചാൽ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്. ഏതാണ്? നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്. ചോദ്യം എങ്ങനെ വരും? മേധാ പട്കർ അംഗമായിരുന്ന, അതായത് കൺവീനർ ആയിരുന്ന, മേധാ പട്കർ കൺവീനർ ആയിരുന്ന ദേശീയ സംഘടനയാണ് ഏത്? നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്. ഓക്കെ. ഇനി മേധാ പട്കർ പ്രതിനിധിയായിരുന്ന അന്താരാഷ്ട്ര സംഘടന വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ്. ഡാമുകൾ അല്ലേ? ആലോചിച്ച് വെച്ചതാ. വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ്. അപ്പൊ ദേശീയ സംഘടന ഏതാ? നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ്. അപ്പോ മേധാ പട്കർ അംഗമായിരുന്ന അന്താരാഷ്ട്ര സംഘടന വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ്. അത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന കേരളത്തിൽ ജോൺസി ജേക്കബ്. ആരാണ്? ജോൺസി ജേക്കബ്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ജോൺസി എന്നാണ് കേട്ടോ. ജോൺസി. നമ്മൾ ജോൺസിനെയൊക്കെ കേട്ടിട്ടുണ്ട് റെസ്ലിംഗിലൊക്കെ അല്ലേ? അപ്പൊ ജോൺസി. അപ്പൊ കേരള പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ആചാര്യനെ ചോദിച്ചാൽ ജോൺസി ജേക്കബ്. ഓക്കെ. അടുത്ത സീക്കിന്റെ ഫുൾ ഫോം സൊസൈറ്റി ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരള. സീക്കിന്റെ ഫുൾ നെയിം എന്താണ്? സൊസൈറ്റി ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരള എന്ന സംഘടന സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ ജോൺസിയാണ്. ജോൺസി 1979 കേട്ടോ. 1979. അപ്പൊ ജോൺസി സ്ഥാപിച്ച പരിസ്ഥിതി സംഘടനയാണ് ഏത്? സീക്ക്. അടുത്ത്
1986 ജോൺസി സ്ഥാപിച്ച പ്രസ്ഥാനം ഒരേ ഭൂമി ഒരേ ജീവൻ. എന്താണ്? ഒരേ ഭൂമി ഒരേ ജീവൻ. ഏത് വർഷം? 1986. സ്ഥാപകനാര്? ജോൺ സി ജേക്കബ്. ഓക്കെ, ഒരേ ഭൂമി ഒരേ ഭൂമി ഒരേ ജീവൻ. അടുത്ത ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി സഹവാസ ക്യാമ്പ് 1977 ജോൺസി ആരംഭിച്ചു. എവിടെയെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ ഏഴിമല. ദക്ഷിണേന്ത്യയിൽ എവിടെയെന്നാണ് ചോദിച്ചത്? ഏഴിമലയിലാണ്. ഏത് വർഷം? ഏഴിമല കണ്ണൂരാണ് അല്ലേ? ഒരു നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഏഴിമല. 1977 ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി സഹവാസ ക്യാമ്പ് എവിടെയാണ് സ്ഥാപിച്ചത്? ഏഴിമലയിൽ സംഘടിപ്പിച്ചു എന്നാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ പാരിസ്ഥിതിക പ്രസിദ്ധീകരണമായ മൈനയ്ക്ക് ആരംഭം കുറിച്ച വ്യക്തിയാണ് ജോൺസി ജേക്കബ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പാരിസ്ഥിതിക പ്രസിദ്ധീകരണം ചോദിച്ചാൽ മൈന. ഓക്കെ, ആദ്യത്തെ പരിസ്ഥിതി മാസികയായ സൂചിമുഖി ജോൺസി ആരംഭിച്ച വർഷം 1981. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യത്തെ പരിസ്ഥിതി പ്രസിദ്ധീകരണമാണ് ഏത്? മൈന. അടുത്ത ആദ്യത്തെ പരിസ്ഥിതി മാസികയാണ് ഏത്? സൂചിമുഖി. ഓക്കെ, അടുത്ത് ജോൺസി ആരംഭിച്ച മറ്റൊരു മാസികയാണ് പ്രസാദം. അപ്പൊ 3 പറഞ്ഞു അല്ലേ? ഏതൊക്കെ? മൈന പറഞ്ഞു, സൂചിമുഖി പറഞ്ഞു, പ്രസാദം പറഞ്ഞു. ഇതിന്റെ 3ന്റെ ഉത്തരവായതാണ് ജോൺസി അല്ലേ? അടുത്ത ജോൺസി 1986 സ്ഥാപിച്ച പ്രസ്ഥാനമായിരുന്നു ഒരേ ഭൂമി ഒരേ ജീവൻ അല്ലേ? ഒരു സംഘടന രൂപീകരിച്ചു. ഏതാ? സീക്ക്. ഫുൾ നെയിം പറഞ്ഞു നോക്കാം. സൊസൈറ്റി ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരള. ജോൺസിയെ വിശേഷിപ്പിക്കുന്ന എന്തെന്നാ? കേരള പരിസ്ഥിതി പ്രവർത്തകരുടെ ആചാര്യൻ. കേരള പരിസ്ഥിതി പ്രവർത്തകരുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, ജോൺസി ജേക്കബിന്റെ ആത്മകഥ പറയാം. ഹരിത ദർശനം. ഏതാണ്? ഹരിത ദർശനം. അപ്പൊ ഹരിത ദർശനം ആരുടെ ആത്മകഥ? ഓക്കെ, 3 പ്രസ്ഥാനങ്ങൾ അല്ലെ മാസികകൾ പറഞ്ഞല്ലേ? ഏതൊക്കെയാ? മൈന, സൂചിമുഖി, പ്രസാദം. അദ്ദേഹം സ്ഥാപിച്ച സംഘടന പറഞ്ഞു സീക്ക് അല്ലെ? ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചല്ലോ 1986. ഒരേ ഭൂമി ഒരേ ജീവൻ. ഇതൂടെ കേട്ടോളേ. 2012 വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ ബാൽസമിനേസി കുടുംബത്തിൽപ്പെടുന്ന സസ്യത്തിന് ജോൺസിയുടെ സ്മരണാർത്ഥം ഇംബേഷ്യൻസ് ജോൺസിയാന എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. എന്താണ് പേര് കൊടുത്തത്? ഇംബേഷ്യസ് ജോൺസിയാന. ഏത് സസ്യത്തിന്? ബാൽസമിനേസി എന്ന സസ്യത്തിന്. ഏതാണ്? ബാൽസമിനേസി എന്ന സസ്യത്തിന് ഇംബേഷ്യൻസ് ജോൺസിയാന എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നാമകരണം ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അടുത്ത് ഇനി കുറച്ച് സംഘടനകളോടെ പറയാണ്ട്, പിന്നെ നമ്മളെ മേധാ പട്കറിന്റെ കാര്യം കുറച്ചുകൂടെ പറയാണ്ട്, റേച്ചൽ കാഴ്സനെ കുറിച്ച് പറയാണ്ട്, അത് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, തൊട്ടടുത്ത ഭാഗമായിട്ട് നമുക്ക് പഠിക്കാം. ക്ലിയർ ആണേ?